സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ഹസാർഡ്സ് ആണ്. ലബോറട്ടറി ഇക്കോസിസ്റ്റത്തിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ജനറൽ ഹസാർഡ്സ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഹസാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഹാം അല്ലെങ്കിൽ ഡേഞ്ചറിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഫുഡില് പലതരത്തിലുള്ള ഹസാർഡ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ലബോറട്ടറിയിലാണെങ്കിലും പല രീതിയിലുള്ള ഹസാർഡ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹസാർഡ്സിനെ നമ്മൾ മെയിൻലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഫിസിക്കൽ ഹസാർഡ്സ്, അതുപോലെ തന്നെ കെമിക്കൽ ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്. ഇങ്ങനെ കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഹസാർഡ്സിനെ, ഫുഡ് സേഫ്റ്റി ഹസാർഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ഹസാർഡ്സ് ആണ്. ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഫിസിക്കൽ ആയിട്ടുള്ള ഹസാർഡ് നമുക്ക് ഫുഡിൽ വരാൻ ചാൻസ് ഉള്ള ഫിസിക്കൽ ഹസാർഡ്സ് ഏതൊക്കെയാണ്? അത് പല കാറ്റഗറി ആയിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റോൺ, വുഡ് ആൻഡ് പ്ലാസ്റ്റിക് പീസസ് അല്ലെ. അപ്പൊ ഈ സ്റ്റോൺ, വുഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പീസസ് ഒക്കെ നമ്മുടെ ഫുഡിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അത് റോ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ വരുന്ന എന്താണ് ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോണ്, വുഡ്, പ്ലാസ്റ്റിക് പീസസ് ഒക്കെ. അപ്പൊ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ഒരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് അപ്ലൈ ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഉണ്ടായിരിക്കും ഒരു പ്രോസസ്സിംഗിൽ. അപ്പൊ ആ കോഴ്സിൽ ആ ഒരു പോയിന്റിൽ നമ്മൾ എടുക്കേണ്ടുന്ന ഒരു പ്രിക്വേഷൻ മെഷർമെന്റ് ആണ്, അല്ലെങ്കിൽ അവിടെ പ്രിക്വേഷൻ എടുക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഹസാർഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, അവിടെ നമ്മൾ പ്രിക്വേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടാക്കി. അതിനെയാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫിസിക്കൽ ഹസാർഡിന്റെ എവിടെയാണ് പറയാൻ പറ്റുന്നത്? സാമ്പിൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. അത് റിസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സ്റ്റോൺ അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പീസസ് ആ ഒരു റോ മെറ്റീരിയൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് അത് തരുന്ന ആ ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ ആ ഒരു സപ്ലയറിന്റെ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും ഈ ഒരു ഹസാർഡ് നമ്മുടെ ഫുഡ് മെറ്റീരിയൽ വരാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അല്ലെ. നല്ല ക്വാളിറ്റി സപ്ലയറിൽ നിന്ന് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ സ്റ്റോണോ വുഡോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പീസസ് ഒന്നും വരത്തില്ല. അപ്പൊ അത് പ്രസന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്? നമ്മൾ സാമ്പിൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹസാർഡ്, ഈ ഒരു ടൈപ്പ് ഫിസിക്കൽ ഹസാർഡ് ആ ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഫുഡിൽ വന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ഫിസിക്കൽ ഹസാർഡിൽ വരുന്ന അടുത്ത കാറ്റഗറി എന്താണ്? ഗ്ലാസ് പീസസ് ആണ് അല്ലെ. എങ്ങനെയാണ് ഈ ഗ്ലാസ് പീസസ് വരുന്നത്? ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഗ്ലാസ് പീസസ് നമ്മുടെ ഫുഡിലേക്ക് വരാനുള്ള ചാൻസ്. അല്ലെങ്കിൽ ഗ്ലാസ് ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഗ്ലാസ് പീസസ് നമ്മുടെ ഫുഡിലേക്ക് വരാനുള്ള ചാൻസ്. അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും? ഒരു ഗ്ലാസ് ഓഡിറ്റ് നടത്തിക്കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ലൈനിൽ അല്ലെങ്കിൽ പാക്കേജിംഗ് ലൈനിലൊക്കെ പാക്കേജിംഗ് ആക്ടിവിറ്റി ഒക്കെ നടക്കുന്ന ഏരിയയിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ബൾബുകൾ, ട്യൂബ് ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം എന്ത് ചെയ്യണം? കവർ ചെയ്ത് സൂക്ഷിക്കുക. ഇൻ കേസ് അത് പൊട്ടുകയാണെങ്കിൽ ആ ഒരു കവറിന്റെ ഉള്ളിലേക്ക് തന്നെ ഗ്ലാസ് പീസസ് ഒക്കെ വീഴും കേട്ടോ. അപ്പൊ അത് കവർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ പ്രോസസ്സിംഗ് ലൈനിലുള്ള ഫുഡിലേക്ക് അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫുഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ട് കെയർ എടുത്ത് തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ വക ഫിസിക്കൽ ഹസാർഡ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്ത എന്താണ്? ബോൺ അല്ലെങ്കിൽ ഷെൽ പീസസ് വരുന്നത്. അത് എങ്ങനെയാണ്? നമ്മൾ കെയർലെസ് ആയിട്ട് പ്രീ പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ, റോ മെറ്റീരിയലിനെ കെയർലെസ് ആയിട്ട് നമ്മൾ പ്രീ പ്രോസസ് ചെയ്യുന്ന സമയത്താണ് ബോൺസ് അല്ലെങ്കിൽ ഷെൽ പീസസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളത്. അതപ്പോ ആരാണ്? നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിക്കന്റെ കേസിലാണെങ്കിൽ അതിനെ ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് ബോൺസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ഒരു ബോണൊക്കെ ഒരു മെറ്റീരിയലിൽ വരാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ഷെൽ പീസസ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഈ ക്രാബ്സ് ഒക്കെ
ഒക്കെ ഇല്ലേ അതിന്റെയൊക്കെയാണ് ഈ ഷെൽ എന്ന് പറയുന്നത് കേട്ടോ. ഷെൽ പീസസ് വരുന്നത്, ഇപ്പൊ ക്രാബിന്റെ ഒക്കെ ഷെല്ല് വരുന്നതെന്ന് പറയുന്നത് അത് നമ്മൾ കെയർലെസ് ആയിട്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഷെൽസ് ഒക്കെ തന്നെ നമ്മൾ ഈ ഷെൽ പീസസ് ഉണ്ടല്ലോ ക്രാബ്സിന്റെ ഒക്കെ, അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ലൈനിൽ തന്നെ, ആ പ്രോസസ്സ് നടക്കുന്ന ലൈനിൽ തന്നെ ഒരു UV അല്ലെങ്കിൽ ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് സോഴ്സ് വെച്ച് നമുക്ക് അതിനെ സ്ക്രീൻ ചെയ്ത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള ഷെൽ പീസസ് ഒക്കെ നമ്മുടെ ഫുഡിൽ അറിയാതെ പെട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, UV ലൈറ്റ് ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഷെൽ പീസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹസാർഡ് വരുന്നത്, കെയർലെസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഹസാർഡ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് എന്താണ്, മെറ്റാലിക് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. മെറ്റാലിക് ഒബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഫുഡിൽ വരുന്നത്, മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് മെറ്റാലിക് ഒബ്ജക്ട്സ് ഒക്കെ നമ്മുടെ ആ ഒരു ഫുഡിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ കട്ടിങ് ഓപ്പറേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്ലെൻഡിങ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുമ്പോഴൊക്കെയാണ് ഈ മെറ്റൽ പീസസ് ഒക്കെ നമ്മുടെ ഫുഡിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും ലൂസ് ആയിട്ടുള്ള നട്ട്, ബോൾട്ട്, സ്റ്റാപ്ലർ പിന്ന് ഇതുപോലൊക്കെ ഉള്ളതിനെയെല്ലാം നമുക്ക് മെറ്റാലിക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റാലിക് ഒബ്ജക്റ്റ് കൊണ്ടുള്ള ഹസാർഡിൽ പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഫ്രാഗ്മെന്റ്സ് നമ്മുടെ ഉള്ളിൽ, കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഹസാർഡ് ആണ് അല്ലെ. ഇങ്ങനെയുള്ള മെറ്റൽ ഹസാർഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സിംഗ് ലൈനിൽ ഒരു മെറ്റൽ ഡിറ്റക്ഷൻ ഡിവൈസ് സ്ഥാപിക്കുക. ആ ഒരു മെറ്റൽ ഡിറ്റക്ഷൻ ഡിവൈസ് വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മെറ്റൽ പീസസ് ഫുഡിലുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തോളും കേട്ടോ. അങ്ങനെ ആ ഒരു ഹസാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹസാർഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് പീസസ് അല്ലെങ്കിൽ മെറ്റൽ പീസസിന്റെ ഒരു ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 7 mm to 25 mm ആണ്. ഈ 7 mm to 25 mm സൈസിലുള്ള ഒരു പീസസ് നമ്മുടെ ഫുഡ് മെറ്റീരിയലിൽ കാണാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഒരിക്കലും ഈ ഒരു റേഞ്ചിൽ വരുന്ന ഗ്ലാസ് പീസസ് ആണെങ്കിലും മെറ്റൽ പീസസ് ആണെങ്കിലും ഫുഡിൽ കാണരുത്. അതാണ് ഒരു റെഗുലേഷൻ വഴി പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ഹസാർഡ്സ് അതൊക്കെയായിരുന്നു. എന്തൊക്കെയായിരുന്നു, സ്റ്റോൺ പീസസ്, അതുപോലെ തന്നെ ഗ്ലാസ് പീസസ്, ദെൻ മെറ്റാലിക് സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ ബോൺസ്, ഷെൽ പീസസ്, ഇതൊക്കെയാണ് ഫിസിക്കൽ ഹസാർഡിൽ വരുന്നത്. ഇനി നമുക്ക് കെമിക്കൽ ഹസാർഡ്, അത് കെമിക്കൽ ഹസാർഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. കെമിക്കൽ ഹസാർഡ് വരുന്നത് എങ്ങനെയാണ്, ടോക്സിക് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫുഡിൽ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, കെമിക്കൽ ഹസാർഡ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പം അത് ഫോർ എക്സാമ്പിൾ ഒന്നെങ്കിൽ അത് ഒരു ഫുഡ് അഡിക്റ്റീവ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ജനറ്റിക് കോൺസ്റ്റുവന്റ് ആയിട്ടായിരിക്കും ഫുഡിൽ കാണപ്പെടുന്നത്. ചിലപ്പോൾ ഫുഡ് അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ടോക്സിക് കെമിക്കൽ കോമ്പൗണ്ട് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള കോൺസ്റ്റുവൻസ് ടോക്സിക് കെമിക്കൽ കോമ്പൗണ്ട് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കെമിക്കൽ ഹസാർഡിലേക്ക് വഴിവെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കെമിക്കൽ ഹസാർഡ്സ് ഒക്കെ നമ്മൾ എന്താണ്, അതിനെ ആ ഒരു കെമിക്കൽ ഹസാർഡ് ഉണ്ടാക്കുന്ന ആ ഒരു ടോക്സിക് എഫക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്, ഇമ്മീഡിയറ്റ് ടോക്സിൻസ് എന്നും ക്യുമുലേറ്റീവ് ടോക്സിൻസ് എന്നും രണ്ടായിട്ട് തിരിക്കാം. എന്താണ് ക്യുമുലേറ്റീവ് ടോക്സിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദേ ആർ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ടോക്സിൻസിനെയാണ് ക്യുമുലേറ്റീവ് ടോക്സിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ് ടോക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടോക്സിൻ കൺസ്യൂം ചെയ്തു, ഒരു ഡേയിൽ തന്നെ ഒന്നോ അതിൽ കൂടുതലോ മെറ്റൽസ് നമ്മുടെ ഫുഡിന്റെ അകത്ത് വന്നിട്ട് അത് നമുക്ക് ടോക്സിസിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ദിവസത്തെ കാര്യമാണ് കേട്ടോ. ഒരു ദിവസം തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ ഒന്നോ അതിൽ കൂടുതലോ മെറ്റൽസ് നമ്മുടെ ഉള്ളിൽ ചെന്നു അതൊരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ നമുക്കുണ്ടാകുന്ന ടോക്സിനെയാണ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ടോക്സിൻ എന്ന് പറയുന്നത്. അതേസമയം ക്യുമുലേറ്റീവ് ടോക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മൾ കഴിച്ചിട്ട് ഗ്രാജുവൽ ആയിട്ട് കുറെ നാളുകൊണ്ട് കഴിച്ച് ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഫിഷസിലൊക്കെ ആണെങ്കിൽ മെറ്റൽ കണ്ടന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ ഒരു ദിവസം ഫിഷ് കഴിക്കുന്നു, അടുത്ത ദിവസം കഴിക്കുന്നു, അങ്ങനെ കഴിച്ച് ആ ഒരു ലെഡ് അല്ലെങ്കിൽ മെർക്കുറി ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി അതൊരു കാർസിനോജൻ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടോക്സിൻസിനെയാണ് ക്യുമുലേറ്റീവ് ടോക്സിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കെമിക്കൽ ടോക്സിൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക്, ഹിസ്റ്റമിൻ, പാരലൈറ്റിക് സെൽഫിഷ് പോയിസണിങ്, PSP, അതുപോലെ തന്നെ ഡയററ്റിക് സെൽഫിഷ് പോയിസണിങ്, അതുപോലെ തന്നെ അതർ ബയോ ടോക്സിൻസ് ആൻഡ് ബാക്ടീരിയൽ ടോക്സിൻ കെയിം അണ്ടർ ദിസ് കാറ്റഗറി. അപ്പൊ കെമിക്കൽ ടോക്സിൻസ് ആയിട്ട് നമുക്ക് എന്തെല്ലാം പറയാനായിട്ട് പറ്റും, ഹിസ്റ്റമിൻ, പാരലൈറ്റിക് സെൽഫിഷ് പോയിസണിങ്, അതുപോലെ തന്നെ ഡയററ്റിക് ഷെൽഫിഷ് പോയിസണിങ്, അതുപോലെ തന്നെ അതർ ബയോടോക്സിൻസ് ആൻഡ് ബാക്ടീരിയൽ ടോക്സിൻസ് എല്ലാം തന്നെ നമുക്ക് കെമിക്കൽ ടോക്സിൻസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ,
സ്മോളർ ഡോസിലൊക്കെ ഈ ഒരു കെമിക്കൽ ടോക്സിൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു ഡീടോക്സിഫൈങ് മെക്കാനിസം ഉണ്ട്. അത് വെച്ചിട്ട് ബോഡിയിൽ നിന്ന് അത് ഡയറക്ട്ലി അത് എലിമിനേറ്റ് ആയി പൊക്കോളും. പക്ഷേങ്കിൽ ബയോ അക്യുമുലേറ്റീവ് ടോക്സിന്റെ കേസിലാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡീടോക്സിഫൈ ചെയ്ത് പോകാനോ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാനോ ഉള്ള ചാൻസ് ഇല്ല. അത് നമ്മുടെ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ക്വാണ്ടിറ്റീസ് ആയിട്ട് വന്ന് അടിഞ്ഞുകൂടി അതൊരു വലിയ ടോക്സിനായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ബയോ അക്യുമുലേറ്റീവ് ടോക്സിൻ നമ്മൾ പീരിയോഡിക് ആയിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോക്സിക് കെമിക്കൽ റെസിഡ്യൂ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹെവി മെറ്റൽസ്, ക്ലോറിനേറ്റഡ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ എല്ലാം തന്നെ കെമിക്കൽ ഹസാർഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഈ ഒരു കെമിക്കൽ ഹസാർഡ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് ക്യാൻസർ അല്ലെങ്കിൽ മെറ്റബോളിസം, നമ്മുടെ ബോഡിന്റെ മെറ്റബോളിസത്തിനെയൊക്കെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്യാൻസർ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മുടെ ഉള്ളിൽ എത്തുന്നത്? നമ്മൾ കഴിക്കുന്ന പച്ചക്കറി അല്ലേ? നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരുന്നു, കാണാൻ എന്ത് ഭംഗിയുള്ള പച്ചക്കറികളാണ് അല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ഒരു ഭംഗി വരുന്നത്? പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചു വരുന്നത് കൊണ്ടാണ് ആ ഒരു ഭംഗിയും ആ ഒരു അത്രയും വലിയ സൈസിലൊക്കെ നമുക്ക് പച്ചക്കറി കിട്ടുന്നത് അല്ലെ? അത് നമ്മൾ ഡെയിലി നമ്മൾ സാമ്പാർ കൂട്ടും, മെഴുക്കുവരട്ടി കൂട്ടും, അവിയൽ കൂട്ടും അല്ലെ? അങ്ങനെ നമ്മൾ കൂട്ടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഈ ഒരു പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഹെവി മെറ്റൽസ് എങ്ങനെയാ വരുന്നത്? നമ്മൾ മീനൊക്കെ കഴിക്കില്ലേ? മീനൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ? അപ്പൊ അങ്ങനെ വലിയ വലിയ മീനൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലുള്ള ഹെവി മെറ്റൽസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ എത്താനും അത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. അതങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിന് കാരണമാകും? ക്യാൻസർ. അതുകൊണ്ടാണല്ലേ ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് അല്ലെ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിസത്തിനെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ഒരു കെമിക്കൽ ഹസാർഡ് എന്താണ്? ആന്റിബയോട്ടിക് റെസിഡ്യൂ ലൈക്ക് ക്ലോറാംഫെനിക്കോൾ, നൈട്രോഫ്യൂറാൻ ആൻഡ് ദെയർ മെറ്റബോളൈറ്റ്സ്, പിന്നെ പോളിന്യൂക്ലിയർ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എല്ലാം തന്നെ നമുക്ക് ആന്റിബയോട്ടിക് റെസിഡ്യൂ ആയിട്ട് പറയാനായിട്ട് പറ്റും കേട്ടോ. ആന്റിബയോട്ടിക് റെസിഡ്യൂ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോഴാണ് ആന്റിബയോട്ടിക് റെസിഡ്യൂ ഉണ്ടാകുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓരോന്നും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഹെവി മെറ്റൽസ് കേട്ടോ. ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് കോസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് എന്ന് പറയുന്നത് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരും? ലെഡ്, കാഡ്മിയം, മെർക്കുറി, ഇതൊക്കെയാണ് ഹെവി മെറ്റൽസിൻ്റെ അകത്ത് വരുന്നത്. ഇത് നമ്മുടെ ഫുഡ് കമ്മോഡിറ്റിയിൽ പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും. ഈ ഒരു മെറ്റൽ റെസിഡ്യൂ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ അത് നമുക്ക് എന്തായിട്ട് ഒരു ടോക്സിക് അല്ലെങ്കിൽ ഒരു പോയിസൺ എഫക്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പം എങ്ങനെയുള്ള പ്ലാന്റ്സിൽ അല്ലെങ്കിൽ എങ്ങനെയുള്ള ആനിമൽസിലാണ് ഈ ഒരു ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഉണ്ടാകുന്നത്? പെരിനിയൽ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിലാണ് ഈ ഒരു ഹെവി മെറ്റൽസിന്റെ ടോക്സിൻസ് കൂടുതലായിട്ട് കാണാനുള്ള ചാൻസ്. പെരിനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷത്തിന് മുകളിൽ ജീവിക്കുന്ന സസ്യങ്ങൾ അല്ലെങ്കിൽ 1-2 വർഷം എടുത്ത് കായ്ക്കുന്ന ഇപ്പൊ മാങ്ങ അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ മരങ്ങൾ, ആപ്പിള് അതുപോലുള്ള മരങ്ങൾ, അത് 3-4 വർഷത്തേക്കിനല്ലേ എൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക അത്രയും കാലയളവിൽ അല്ലെ? അങ്ങനെ അതിന്റെ ആ ഒരു ഉണ്ടാകുന്ന ആപ്പിളിലും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിലും ഒക്കെ ഈ ഒരു ഹെവി മെറ്റല് ഇങ്ങനെ പതിയെ പതിയെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് എത്തുന്നു. അപ്പം പെരിനിയലായിട്ടുള്ള ആനിമൽസിൽ അല്ലെങ്കിൽ 1-2 വർഷത്തെ കൂടുതൽ ജീവിക്കുന്ന വലിയ വലിയ മീനുകൾ, വലിയ വലിയ ആനിമൽസിനെയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ അതിന്റെ വഴിയാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ഹെവി മെറ്റൽസ് എത്തുന്നത് കേട്ടോ. സാധാരണയായിട്ട് എന്താണ് ഇങ്ങനെയുള്ള പ്ലാന്റ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ ഹെവി മെറ്റലിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പ്ലാന്റ് പ്രോഡക്ട്സ് ഒക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആനിമൽസിന്റെ കേസിലും പോൾട്രി ഒക്കെ ബാച്ച് ബേസ് തന്നെ നമ്മൾ ടോക്സിക് എലമെന്റ്സ് ആയിട്ടുള്ള കാഡ്മിയം, ലെഡ് അല്ലെങ്കിൽ മെർക്കുറി ഉണ്ടോ എന്ന്, അത് ടോളറൻസ് ലെവലിനുള്ളിലാണോ അതോ അതിൽ കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മാർക്കറ്റിലേക്ക് എത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ മറൈൻ ഫുഡ് ഓർഗാനിസംസ് ആയിട്ടുള്ള സെഫാലോപോഡ്സ്, അതുപോലെ തന്നെ സെഫാലോപോഡ്സ് എന്ന് പറയുന്ന മറൈൻ ആയിട്ടുള്ള ഓർഗാനിസം, നമ്മുടെ ഈ കൂന്തല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെയാണ് സെഫാലോപോഡ്സ് എന്ന് പറയുന്നത്. ഒക്ടോപസ്, കൂന്തല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് സെഫാലോപോഡ്സിന്റെ അകത്ത് വരുന്നത്. അപ്പൊ അതിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? കാഡ്മിയം.
അപ്പൊ കാഡ്മിയം ഹെവി മെറ്റൽ അല്ലെങ്കിൽ മറ്റുള്ള ഏതിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? സെഫാലോപോഡ്സിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ അത് കഴിക്കുന്നതിന് മുമ്പായിട്ട് കാഡ്മിയം ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം, അത് പെർമിറ്റഡ് ലിമിറ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സെഫാലോപോഡ്സിനെ ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ ബിഗ് ഫിഷസ്, വലിയ വലിയ മീനുകളുണ്ടല്ലോ, നമ്മുടെ ചൂര അല്ലെങ്കിൽ സ്രാവ്, അങ്ങനെയുള്ള വലിയ വലിയ മീനുകളുണ്ട് നമ്മൾ കഴിക്കുന്ന മോത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് 5 കിലോയ്ക്ക് മുകളിലുള്ള വലിയ വലിയ മീനുകളിൽ എന്തിന്റെ സാന്നിധ്യമാണുള്ളത്? മെർക്കുറിയാണ് കേട്ടോ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അപ്പം സെഫാലോപോഡ്സിന്റെ അകത്താണ് കാഡ്മിയം കാണപ്പെടുന്നത്. മെർക്കുറി എവിടെയാണ് കാണപ്പെടുന്നത്? 5 kg മുകളിലുള്ള ബിഗ് ഫിഷസിലാണ് മെർക്കുറി കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫിഷസ് നമ്മൾ ഡെയിലി ഇത് മോണിറ്റർ ചെയ്യണം. അത് കഴിക്കുന്നതിന് മുന്നേ, അതുപോലെ തന്നെ അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കൺസ്യൂമറിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇൻലാൻഡ് ഫിഷസിലാണ് ലെഡിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇൻലാൻഡ് ഫിഷസിൽ ലെഡ് കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? നമ്മുടെ മഴയൊക്കെ പെയ്യുമ്പോൾ പെസ്റ്റിസൈഡ്സ് നമ്മൾ ഓൾറെഡി പ്ലാന്റ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പെസ്റ്റിസൈഡ് റെസിഡ്യൂ മഴവെള്ളത്തിൽ ഒലിച്ച് നമ്മുടെ ഫസ്റ്റ് എവിടെ എത്തുന്നത്? നമ്മുടെ വാട്ടർ ബോഡീസിൽ അല്ലേ, നമ്മുടെ തോട്ടില് അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ പുഴയിലൊക്കെ ആയിരിക്കും നമ്മുടെ ആദ്യം തന്നെ ഈ ഒരു റെസിഡ്യൂ എത്തുന്നത്. അപ്പൊ അവിടെയുള്ള ഇൻലാൻഡ് ഫിഷസ്, തോട്ടിൽ കാണപ്പെടുന്ന ഫിഷസ് അല്ലെങ്കിൽ ആ ഒരു ലേക്കിൽ, തടാകത്തിൽ കാണപ്പെടുന്ന ഫിഷിലൊക്കെ ആയിരിക്കും ഈ ഒരു ലെഡ് കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇത് പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഒക്കെ മഴയത്ത് ഒലിച്ച് ഈ ഒരു വാട്ടർ ബോഡിയിലേക്കാണ് ആദ്യം എത്തുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് അത് മറൈനിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ സീയിലേക്ക് എത്തുന്നത്. സീയിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിന് കോൺസെൻട്രേഷൻ കുറയും അല്ലെ. അപ്പൊ ഏറ്റവും കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയായിരിക്കും? ഈ ഒരു ഇൻലാൻഡ് വാട്ടർ ബോഡീസിലായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവിടെയുള്ള ഫിഷസിലാണ് ലെഡിന്റെ അമൗണ്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. അടുത്ത എന്താണ്? പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് അല്ലെ. ഇതെന്ന് പറയുന്നത് ബയോ അക്യുമുലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോഡിഗ്രേഡബിൾ അല്ലാത്ത കോമ്പൗണ്ട്സ് ആണ്. എന്തെന്ന് പറയുന്നത്? പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ന് പറയുന്നത് അത് നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസവും നമ്മുടെ ബോഡിക്കുള്ളിൽ ഇല്ലല്ലേ. അപ്പൊ നമ്മുടെ പെസ്റ്റിസൈഡ്സ് എവിടെ നിന്നാണ് സാധാരണ വരുന്നത്? പ്ലാന്റ്സിൽ നിന്നും ആനിമൽ പെസ്റ്റിൽ നിന്നും ഒക്കെയാണ് എന്ത് വരുന്നത്? ഈ ഒരു പെസ്റ്റിസൈഡ് റെസിഡ്യൂ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അത് ഫുഡിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കഴിക്കുക. ഇതെങ്ങനെയാണ് ഫുഡിലേക്ക് അല്ലെങ്കിൽ മറൈൻ ലൈഫിലേക്കൊക്കെ എത്തുന്നത്? എങ്ങനെയാണ്? അല്ലെങ്കിൽ ഫിഷിലേക്കൊക്കെ എങ്ങനെയാണ് എത്തുന്നത്? റെയിൻ വരുമ്പോൾ അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ബേർഡ്സ് ഒക്കെ ഇതിന്റെ റെസിഡ്യൂസ് എന്ത് ചെയ്യുന്നു? ഒരു കൾട്ടിവേഷൻ ഏരിയയിൽ നിന്ന് ഇൻലാൻഡ് വാട്ടർ ബോഡിയിലേക്ക് അത് ആദ്യമേ എത്തുന്നു, എന്നിട്ട് അത് പിന്നെ സീയിലേക്ക് എത്തുന്നു. അങ്ങനെ അക്വാട്ടിക് ആനിമൽസ് അത് പിക്ക് ചെയ്യുന്നു, അവരുടെ ബോഡിയിൽ ആ ഒരു പെസ്റ്റിസൈഡ് റെസിഡ്യൂ റീറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ആ ഫിഷ് നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലേക്കും പെസ്റ്റിസൈഡ് റെസിഡ്യൂ എത്തുന്നു, അല്ലെങ്കിൽ ആ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട് നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലേക്കും അത് എത്തുന്നു. ഓക്കെ. അപ്പം ഈ ഒരു പെസ്റ്റിസൈഡ് റെസിഡ്യൂ മറൈൻ ഫിഷസിൽ കുറവായിരിക്കും, ഇൻലാൻഡ് ഫിഷസിനെ അപേക്ഷിച്ച് മറൈൻ ഫിഷസിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇൻലാൻഡ് ഫിഷസിൽ അതിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പോൾട്രിയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ പോൾട്രിക്ക് കൊടുക്കുന്ന ഫീഡ് എന്ന് പറയുന്നത് ഫിഷ് മീലാണ് കേട്ടോ. നമ്മുടെ പോൾട്രി ഫാമിലൊക്കെ പോൾട്രിക്ക് ഫീഡായിട്ട്, കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കുന്ന എന്താണ്? ഫിഷ് മീലാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഫിഷ് മീല് കഴിക്കുന്ന കോഴികളിൽ ഈ ഒരു ഹെവി മെറ്റൽ അല്ലെങ്കിൽ എന്താണ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ അക്യുമുലേറ്റ് ചെയ്യുന്നു. ആ ചിക്കൻ വാങ്ങി കഴിക്കുന്ന നമ്മളിലേക്കും അതെത്തുന്നു അല്ലെ. അപ്പൊ എല്ലാ വഴിക്കൂടെയും പെസ്റ്റിസൈഡ് റെസിഡ്യൂ അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് അവസാനം എത്തിച്ചേരുന്നത് അല്ലെ. അപ്പൊ അത് ഫിഷസ് ഒക്കെ അല്ലെങ്കിൽ ഫിഷ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫിഷ് മീൽസ് ഒക്കെ നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് എന്താണ് കറക്റ്റ് അളവിലാണോ അതിൻ്റെ അകത്ത് ഉള്ളത് അല്ലെങ്കിൽ ലിമിറ്റിന് പുറത്തുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പോൾട്രി ഫാമിലേക്ക് മീലൊക്കെ എടുക്കുന്ന സമയത്ത് ഇതും കൂടെ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റെസിഡ്യൂവിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും അല്ലെ. ഇതൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫാം ആണെങ്കിൽ പീരിയോഡിക്കലി നമ്മൾ മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഹെവി മെറ്റൽസ് അല്ലെ പെസ്റ്റിസൈഡ് ഒക്കെ അവരുടെ ബോഡിയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ഫാമിൽ നിന്ന് അതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക കേട്ടോ. ഫാമിൽ വെച്ച് തന്നെ ഇതൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൺസ്യൂമേഴ്സിന് കഴിക്കാൻ സേഫ് ആണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ സെല് ചെയ്യുക. അതാണ് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്തെന്ന് പറയുന്നത് ആന്റിബയോട്ടിക് റെസിഡ്യൂ. ആന്റിബയോട്ടിക് റെസിഡ്യൂ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു ഡിസീസ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് എടുക്കാറുണ്ട് അല്ലെ, ആ ഒരു ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട്, അല്ലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് എടുക്കാറുണ്ട്. അങ്ങനെ ആന്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ അതിന്റെ റെസിഡ്യൂ നമ്മുടെ ബോഡിക്കുള്ളിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് എന്താണ് ഒരു ത്രട്ടണിങ് ആയിട്ടുള്ള ഒരു എഫക്ട് ചെയ്യും. അങ്ങനെയാണ് ആന്റിബയോട്ടിക് റെസിഡ്യൂസ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക് കാർസിനോജൻസ് ആണ്. ചെറിയ എമൗണ്ടിൽ പോലും ആന്റിബയോട്ടിക് റെസിഡ്യൂ കാർസിനോജനിക് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അതർ കൺട്രീസിലൊക്കെ ഈ ഒരു ആന്റിബയോട്ടിക് റെസിഡ്യൂ ഫാംഡ് ഫിഷിൽ അല്ലെങ്കിൽ ആനിമൽസിലെ പോൾട്രിയിലൊക്കെ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അല്ലെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹ്യൂമൻ കൺസപ്ഷന് വേണ്ടിയിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ആന്റിബയോട്ടിക് റെസിഡ്യൂ ഉള്ള ഒന്നും തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ ഒന്നും തന്നെ എന്താണ് കൺസ്യൂമറിലേക്ക് എത്തിക്കത്തില്ല. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ആന്റിബയോട്ടിക്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫാമില് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താണ് ഒരു അസുഖം ഫാം ആനിമൽസിനൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ആന്റിബയോട്ടിക്സ് നമ്മൾ ഫാമില് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ആന്റിബയോട്ടിക് റെസിഡ്യൂവിനെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക് റെസിഡ്യൂസ് ആ ഒരു ഫാം പ്രോഡക്റ്റിൽ വരുന്നത്? എന്തുകൊണ്ടാണ്? ആബ്സെൻസ് ഓഫ് ഗുഡ് ഫാമിംഗ് പ്രാക്ടീസ് അല്ലെ, നല്ല ഫാമിംഗ് പ്രാക്ടീസ് നമ്മൾ അത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ആന്റിബയോട്ടിക് റെസിഡ്യൂസ് ആ ഒരു ഫാം പ്രോഡക്ട്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഡ്രോവൽ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ അതിന്റെ റെസിഡ്യൂ ആ ഒരു ആനിമലിന്റെ ബോഡിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ, പീരിയോഡിക് ആയിട്ട്. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഗുഡ് ഫാമിംഗ് പ്രാക്ടീസ് ഒക്കെ നടത്താത്തത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക് റെസിഡ്യൂ ആനിമൽസിൽ അല്ലെങ്കിൽ പ്രോഡക്ട്സിൽ വരുന്നത് കേട്ടോ, ഫുഡ് പ്രോഡക്ട്സിൽ. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഹോർമോൺ റെസിഡ്യൂസ് ആണ് അല്ലെ. ഹോർമോൺ റെസിഡ്യൂസ് എങ്ങനെയാണ് ഫാം ആനിമൽസിൽ വരുന്നത്? അത് ഫാമേഴ്സിന് ഇഗ്നോറൻസ് കൊണ്ട് അല്ലെങ്കിൽ മിസ് ഗൈഡൻസ് കൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഹോർമോൺ റെസിഡ്യൂസ് നമ്മുടെ ഫുഡ് പ്രോഡക്റ്റിൽ വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫാമേഴ്സ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ തൂക്കം കൂടാൻ വേണ്ടിയിട്ട്, മസിൽസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഹോർമോൺസ് ഒക്കെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കും അല്ലെ ഫാം ആനിമൽസിൽ. അങ്ങനെയാണ് ഈ ഒരു ഹോർമോൺ റെസിഡ്യൂ ആ ഒരു ആനിമലിന്റെ ബോഡിയിൽ ഉണ്ടാകുന്നു. അത് കഴിക്കുന്നത് വഴി ആ ഒരു ഹോർമോൺ റെസിഡ്യൂ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഹോർമോൺസ് കുത്തിവെക്കുന്നത് വഴി എന്താണ്? റെസിഡ്യൂ ഓഫ് അനബോളിക് സ്റ്റീറോയിഡ്സ് ഫാം പ്രോഡക്ട്സിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമറിന് ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഹസാർഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പീരിയോഡിക് ആയിട്ടുള്ള മോണിറ്ററിംഗ് നടത്തണം. ഹോർമോൺ റെസിഡ്യൂ ആ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് പീരിയോഡിക് ആയിട്ട് അത് മോണിറ്റർ ചെയ്തിട്ട് വേണം അത് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അടുത്ത ഒരു കെമിക്കൽ ഹസാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട് എന്താണ്? ടോക്സിക് ആയിട്ടുള്ള ഹിസ്റ്റമിൻസ് ആണ് അല്ലെ. ഹിസ്റ്റമിൻ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു അലർജിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഫിഷസിലാണ് കാണപ്പെടുന്നത് കേട്ടോ. സ്ക്രോംബ്രോയിഡെ അല്ലെങ്കിൽ ക്യൂപ്പിഡെ അല്ലെങ്കിൽ സ്കോംബ്രോയിഡെ സ്പീഷീസിലുള്ള ഫിഷസിലാണ് ഇത് കാണപ്പെടുന്നത്. സ്കോംബ്രോയിഡെ സ്പീഷീസിലുള്ള ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രൽ, അയല പോലുള്ള മീനില്, അല്ലെങ്കിൽ സാഡിൻ, മത്തി പോലുള്ള മീനുകളിലൊക്കെയാണ് ക്യൂപ്പിഡെ ഫാമിലിയിൽ പെടുന്ന മത്തി പോലുള്ള മീനുകളിലൊക്കെയാണ് ഈ ഒരു ഹിസ്റ്റമീൻ കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. ഈ ഹിസ്റ്റമീൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് ഉണ്ടാകാൻ ചാൻസ് വരുന്നത് ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോഴാണ് ഹിസ്റ്റമീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും ഫിഷസ് ഒക്കെ ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബിലോ 15 ഡിഗ്രി സെൽഷ്യസിൽ വേണം, 15 ഡിഗ്രി താഴെ വേണം എപ്പോഴും നമ്മൾ മീനുകളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി. അതിനാണല്ലോ നമ്മൾ ഐസിലിട്ട് വെക്കുന്ന മീനൊക്കെ അല്ലെ. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫിഷസിൽ എന്തുണ്ടാവും? പ്രത്യേകിച്ച് റെഡ് മസിൽസ് ഉള്ള ഫിഷസിൽ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിസ്റ്റമിൻ പോയ്സൺ എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? ഒരു സ്പോയിൽഡ് ആയിട്ടുള്ള മീനിലാണ് കൂടുതലായിട്ട് ഹിസ്റ്റമിൻ ടോക്സിസിറ്റി കാണപ്പെടുന്നത്. ഈ ഹിസ്റ്റമിൻ അലർജി മൂലം നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്? പെയിൻ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ സിവിയർ കേസസിൽ ഡെത്ത് വരെ, സഫോക്കേഷനും ഡെത്ത് വരെയും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഹിസ്റ്റമിൻ അലർജി മൂലം എന്തൊക്കെയാണ് വരുന്നത്? പെയിൻ ഉണ്ടാകുന്നു, ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നു, ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നു, സിവിയർ കേസസിൽ സഫോക്കേഷനും ഡെത്തും വരെ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ.
ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്റമിൻ ടോക്സിസിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സ്പീഷീസ് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്പോംബ്രോയിഡ് അല്ലെങ്കിൽ ക്യൂപ്പിഡെ സ്പീഷീസിലുള്ള ഫിഷസ് കഴിക്കുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മൾ മോണിറ്റർ ചെയ്യണം ഹിസ്റ്റമിൻ ഉണ്ടോ ഇല്ലയോ അല്ലേ. ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഹിസ്റ്റമിൻ അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന്? ഹിസ്റ്റമിൻ ഉണ്ടാകുന്നത് സ്പോവിലേജിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷ് ചീത്തയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും? ഹിസ്റ്റമിൻ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഓർഗനോലെപ്റ്റിക് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? സ്പോയിൽഡ് ആകുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ല് വരും അല്ലെ. പിന്നെ നമുക്ക് ആ ഒരു മീൻ കണ്ടാൽ തന്നെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും സ്പോയിൽഡ് ആയിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഓർഗനോലെപ്റ്റിക് ആയിട്ട് നമുക്ക് സ്മെല്ല് ചെയ്ത് വിഷ്വലി കണ്ടിട്ട് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ഒരു ഫിഷ് ഹിസ്റ്റമിൻ വെച്ചിട്ട് ടോക്സിക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷ് ഫിഷിൽ ഒരിക്കലും തന്നെ അല്ലെങ്കിൽ 15 ഡിഗ്രി സെൽഷ്യസിന് താഴെ കീപ്പ് ചെയ്തിട്ടുള്ള ഫിഷിൽ ഒരിക്കലും തന്നെ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. അപ്പൊ സ്പോയിൽഡ് ഫിഷ് ആണോ അതിൽ ഹിസ്റ്റമിൻ ഉണ്ട്. ഒരിക്കലും നമ്മൾ സ്പോയിൽഡ് ഫിഷ് കഴിക്കാതിരിക്കുക കേട്ടോ. അടുത്ത കെമിക്കൽ ഹസാർഡിന്റെ അകത്ത് വരുന്ന കോമ്പൗണ്ട് ഏതാണ്? ബയോടോക്സിൻസ് ആണ് അല്ലെ. ബയോടോക്സിൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദേ ആർ സിന്തസൈസ്ഡ് ബൈ സർട്ടൻ ലിവിങ് ഓർഗാനിസം. ചില ലിവിങ് ഓർഗാനിസം ആണ് ഈ ഒരു ബയോടോക്സിൻ ഉണ്ടാക്കുന്നത് അല്ലെ. ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബയോടോക്സിൻസ് എന്തൊക്കെയാണ്? പാരലൈറ്റിക് സെൽഫിഷ് പോയ്സണിങ് ആൻഡ് ഡയറക്റ്റിക് സെൽഫിഷ് പോയ്സണിങ് ആണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബയോടോക്സിൻസ് കേട്ടോ. അത് എന്ത് മൂലമാണ് ഉണ്ടാകുന്നത്? മറൈൻ ആൽഗ മൂലമാണ് ഈ രണ്ട് പോയ്സണിങ്, PSPയും അതുപോലെ തന്നെ DSP ഉണ്ടാകാനുള്ള മെയിൻ കാരണം ആരാണ്? മറൈൻ ആൽഗയാണ്. ഈ ബൈവാൽസ് അല്ലെങ്കിൽ മുളസ്ക്, മറൈനുള്ള നമ്മുടെ കടലിലുള്ള ബൈവാൽസ് അല്ലെങ്കിൽ മുളസ്ക് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഈ ഒരു ആൽഗേനെ, മറൈൻ ആൽഗേനെ കഴിക്കുന്നു. അത് കഴിക്കുന്നത് വഴി ആ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ടോക്സിൻ ആ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ 14 ദിവസത്തോളം എന്താണ് നീണ്ടു നിൽക്കും. അതിന് അത്രയും നാൾ അതിനെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ. അത് കഴിച്ചിട്ട് ആ ഒരു ആൽഗെ കഴിക്കുന്നു ആ ഒരു ഓർഗാനിസം, എന്നിട്ട് അത് അതിന്റെ ബോഡിയിൽ 14 ദിവസം ഈ ഒരു ടോക്സിസിറ്റി കാണും. അപ്പൊ ഈ ഒരു 14 ദിവസത്തിനകത്ത് അതിനെ ആരെങ്കിലും പിടിച്ച് അതിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഹാർവെസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ബൈവാൽസ് അല്ലെങ്കിൽ മൊളസ്ക് എന്ന് പറയുന്നത് എന്താണ്? അഫക്റ്റഡ് വിത്ത് ടോക്സിൻ ആണ് അല്ലേ, ഈ ഒരു ആൽഗ വെച്ചിട്ട്. അപ്പൊ ആ ടോക്സിൻ നമ്മുടെ ഉള്ളിൽ ചെല്ലും, അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ബൈവാൽസ് അല്ലെങ്കിൽ മോളസ്കിനെയൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ആൽഗയൊന്നും ഇല്ല അല്ലെങ്കിൽ ആൽഗൽ ടോക്സിൻ അതിനെ എഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് ഇങ്ങനെ സെൽഫിഷ് ഒക്കെ കഴിക്കുമ്പോൾ മരണമൊക്കെ സംഭവിക്കാനുള്ള കാരണം അതാണ്. ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള പ്ലേസിൽ നിന്നല്ല ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പോയിസൺ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സെൽഫിഷിനെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൽഗൽ ബ്ലൂംസ്, ടോക്സിക് ആയിട്ടുള്ള ആൽഗൽ ബ്ലൂംസ് ഒന്നും ഇല്ലാത്ത വാട്ടർ ബോഡിയിൽ നിന്നാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പ് ചെയ്യണം അല്ലെ, ഉറപ്പാക്കണം. അതുപോലെ തന്നെ ചില ക്രാബ്സിൽ, അതുപോലെ തന്നെ റേസ് ഇതുപോലുള്ള ഓർഗാനിസത്തിൽ, ചില ഞണ്ടുകളിലൊക്കെ ഈ ഒരു ടോക്സിന്റെ പ്രസൻസ് കാണപ്പെടും. കാരണം എന്താണ്? ഈ ഞണ്ടുകളൊക്കെ തന്നെ ഈ ഒരു ബൈവാൽസിനെ കഴിക്കും. ആൽഗെ കഴിക്കുന്ന ബൈവാൽസിനെ കഴിക്കുന്ന ഞണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ കഴിക്കുന്നത് അനുസരിച്ചിട്ടാണ് ആ ടോക്സിൻ ഇങ്ങനെ അക്യുമുലേറ്റ് ആയി വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യമേ ആൽഗേനെ ബൈവാൽസ് കഴിക്കുന്നു, ആ ബൈവാൽസിനെ ആര് കഴിക്കുന്നു? ഈ ക്രാബ് കഴിക്കുന്നു. ക്രാബ് ആര് കഴിക്കുന്നു? മനുഷ്യർ കഴിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ടോക്സിൻ മനുഷ്യനിൽ വരെ എത്തുന്നു അല്ലെ. അതുകൊണ്ട് എന്താണ്? ബാച്ച് വൈസ് ആയിട്ട് ബൈവാൽ മീറ്റ് അല്ലെങ്കിൽ ബൈവാൽസിനെ കഴിക്കുന്ന ക്രാബ്സിന്റെ മീറ്റ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം, PSP അല്ലെ DSP ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൽ ചെയ്യാനും അത് കൺസ്യൂം ചെയ്യാനും പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ടോക്സിക് കോമ്പൗണ്ട് നമ്മുടെ ഉള്ളിൽ എത്തും. അടുത്ത എന്താണ്? അഫ്ലാടോക്സിൻസ് ആണ് അല്ലെ. അഫ്ലാടോക്സിൻസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫംഗസ് ആണ് കേട്ടോ. ഫംഗസ് ആണ് അഫ്ലാടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു വലിയ ഫുഡ് സേഫ്റ്റി ഹസാർഡ് തന്നെയാണ്. ഇത് സാധാരണഗതിയിൽ എന്തിലൊക്കെയാണ് കാണപ്പെടുന്നത്? ഈ ഒരു അഫ്ലാടോക്സിൻ ഡ്രൈ ഫുഡ് ഐറ്റംസിലാണ് കാണപ്പെടുന്നത്. ഡ്രൈ ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? നട്ട്, ഓയിൽ സീഡ്സ്, കേക്ക് റിലേറ്റഡ് പ്രോഡക്ട്സ്, അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പ്രോഡക്ട്സിലൊക്കെയാണ്, ഡ്രൈ ഫുഡ് ഐറ്റംസിലാണ് അഫ്ലാടോക്സിൻ കാണപ്പെടുന്നത്. ഇതിനെ നമുക്ക് ബാച്ച് വൈസ്, ഈ ഫുഡിനെ നമ്മൾ ബാച്ച് വൈസ് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഫ്ലാടോക്സിന്റെ സാന്നിധ്യം കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാനും സാധിക്കും. ഈ ഫുഡ് പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ്?
ടു ഇംപ്രൂവ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഫുഡ്. ചില കെമിക്കൽ അഡിറ്റീവ്സ് അല്ലെ, ഫുഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽ അഡിറ്റീവ്സും കൂടെ ഫുഡിന്റെ അകത്ത് ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതും ഒരു കെമിക്കൽ ഹസാർഡ് ആയിട്ട് മാറാറുണ്ട്. അത് ഇൻ കേസ് എന്തിന്റെയൊക്കെ കേസിലായിരിക്കും ഫുഡിനെ നമുക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതിന്റെ കളറിന്റെ കേസിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ എന്താണ് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ചിലപ്പോൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ട്. ആ ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആ ഒരു കെമിക്കൽസ് ഒക്കെ തന്നെ ഒരു കെമിക്കൽ ഹസാർഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, മെറ്റാബൈസൾഫേറ്റ് ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലാക്കനിങ് തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റാബൈസൾഫേറ്റ്സ്, അതുപോലെ തന്നെ സോഡിയം ട്രൈ പോളിഫോസ്ഫേറ്റ് ടു ഇംപ്രൂവ് സോഫ്റ്റ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഡിയം ട്രൈ പോളിഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ചില സർട്ടൺ ആന്റിബാക്ടീരിയൽസ് ലൈക്ക് സോഡിയം ബെൻസോയേറ്റ്, പ്രിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഡിയം ബെൻസോയേറ്റ്, അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സോഡിയം ട്രൈ പോളിഫോസ്ഫേറ്റ് പോലുള്ള കെമിക്കൽസ് ഒക്കെ തന്നെ ഒരു കെമിക്കൽ ഹസാർഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സാധാരണഗതിയിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് അല്ലെ ഫുഡ് അഡിറ്റീവ്സ് ഒന്നും തന്നെ അത്ര വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും കോസ് ചെയ്യത്തില്ല കേട്ടോ. കാരണം നമ്മൾ അതൊരു ലിമിറ്റഡ് എമൗണ്ടിലാണ് ഫുഡിൽ ആഡ് ചെയ്യുന്നത്. ആ ഒരു ലിമിറ്റിന് മുകളിലായിട്ട് ഈ ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും നമ്മൾക്ക് അതുകൊണ്ടുള്ള ഹസാർഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് കേട്ടോ. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് വഴി നിർമ്മിച്ചിട്ടുള്ള ഫുഡ് അഡിറ്റീവ്സ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന റെസിഡ്യൂസ് മാക്സിമം അല്ലെ മിനിമം ആയിരിക്കും അതിൽ നിന്നുള്ള ഹസാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ അഡിറ്റീവ്സ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അത് ഓരോ പ്രോഡക്റ്റിനെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിങ്ങിനനുസരിച്ചിട്ട്, ഫുഡ് പ്രോസസ്സിങ്ങിനനുസരിച്ച് അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റിനനുസരിച്ചിട്ട് പല വെറൈറ്റിയിലുള്ള ഫുഡ് അഡിറ്റീവ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫുഡ് അഡിറ്റീവ്സിന്റെ ഒക്കെ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. ആ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിലൂടെ നോക്കാം. ഈ ഒരു ടേബിളില് ലിമിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫുഡ് അല്ലെങ്കിൽ കെമിക്കൽ ഹസാർഡ് ആയിട്ട് വരുന്ന കോമ്പൗണ്ട്സിന്റെ ലിമിറ്റ്സ് ആണ് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്നൊക്കെ ഇതിൻ്റെ എല്ലാം വരും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഹെവി മെറ്റൽസ് വരും, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ വരും. അതിന്റെ എല്ലാം ലിമിറ്റ് ആണ് പറയുന്നത് കേട്ടോ. ഫുഡ് അഡിറ്റീവ്സ് ഉണ്ടായിരിക്കും, അതിന്റെ എല്ലാം ലിമിറ്റ്. അതിന്റെ ഈ ബ്രാക്കറ്റിൽ A അല്ലെങ്കിൽ B C എന്നൊക്കെ കൊടുത്തിട്ടുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിലായിട്ട് അത് എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും പറയും കേട്ടോ. ഈ ഇപ്പം PSP 0.8 mg/kg അതിന്റെ ബ്രാക്കറ്റിൽ ഒരു A കൊടുത്തിട്ടില്ലേ, ആ ഒരു A എന്താണെന്നുള്ളത് നമ്മൾ ബാക്കി വരുന്ന സ്ലൈഡിലുണ്ട് കേട്ടോ. അപ്പൊ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ എന്തൊക്കെയാണ് ലിമിറ്റ് എന്ന് പറയുന്നത്, PSP എത്രയായിരിക്കും, അതിന്റെ ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത് 0.8 mg/kg ആയിരിക്കും. DSPയുടെ ആണെങ്കിലോ, എന്താണ് PSP? പാരലൈസ്ഡ് സെൽഫിഷ് പോയ്സണിങ്, മറ്റേ ഡയറക്റ്റിക് സെൽഫിഷ് പോയ്സണിങ്. അപ്പൊ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0.2 mg/kg ആണ്. അടുത്ത എന്താണ്, ഹിസ്റ്റമിൻ, അതിന്റെ ലിമിറ്റ് എന്താണ്, 25 to 50 mg/kg ആണ്. ദെൻ സ്റ്റെഫൈലോകോക്കസ് ടോക്സിൻ ആബ്സെന്റ് ആയിരിക്കണം, ബോട്ടുലിനം ടോക്സിൻ ആബ്സെന്റ് ആയിരിക്കണം, ലെഡ് 0.5 mg/kg ആയിരിക്കണം, കാഡ്മിയം 0.5 mg/kg ആയിരിക്കണം, മെർക്കുറി 0.5 to 1 mg/kg ആയിരിക്കണം, പെസ്റ്റിസൈഡ്സ് 0.5 mg/kg ആയിരിക്കണം. അടുത്ത എന്താണ്, ആന്റിബയോട്ടിക്സ് ആബ്സെന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഹോർമോൺ റെസിഡ്യൂ ആബ്സെന്റ് ആയിരിക്കണം, സാനിറ്റൈസേഴ്സ് ആൻഡ് ലൂബ്രിക്കൻസിന്റെ പ്രസൻസ് ആബ്സെന്റ് ആയിരിക്കണം. ദെൻ TMAN 10 to 50 mg/100 gram ആയിരിക്കും. TMA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രൈമീഥൈലമീൻ ആണ് കേട്ടോ. അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10 to 50 mg/100 gram ആയിരിക്കണം. അതുപോലെ തന്നെ TVB എന്ന് പറയുന്നത് ട്രൈ വോളറ്റൈൽ ബേസ്, ഒരു മിനിറ്റ് അതൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, TVB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോളറ്റൈൽ ബേസ്ഡ് നൈട്രജൻ ആണ് കേട്ടോ. അത് ഫിഷിലൊക്കെ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് 35 to 40 mg/100 gram ആയിരിക്കണം. അഫ്ലാടോക്സിൻ ലെസ് ദാൻ 20 mg/gram ആയിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കൽ ഹസാർഡ് ആയിട്ടുള്ള ഗ്ലാസ് പീസസ് അല്ലെങ്കിൽ വുഡ്, മെറ്റൽ, അതൊക്കെ എന്ന് പറയുന്നത് 7 mm to 25 mm ആയിട്ടുള്ള പീസസ് കാണപ്പെടരുത്. അത്ര mm പീസസ് ആബ്സെന്റ് ആയിരിക്കണം കേട്ടോ.
ഇനി നമ്മൾ ഫുഡ് അഡിറ്റീവ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫോസ്ഫറ്റേറ്റ് എന്ന് പറയുന്നത് ഫ്രോസൺ ഫുഡിന്റെ അകത്ത് ആണ് കാണപ്പെടുന്നത്. അത് ലെസ് ദാൻ 400 mg per kg ആയിരിക്കണം. സൾഫേറ്റ് ഷെൽഫിഷിലാണ് കാണപ്പെടുന്നത്. ലെസ് ദാൻ 25 mg per kg ആയിരിക്കണം. pH പിക്കന്റെ കേസിൽ അല്ലെങ്കിൽ മാർനേഡിന്റെ കേസിലൊക്കെ ഗ്രേറ്റർ ദാൻ 4.5ഉം ലെസ് ദാൻ 6.5 ആ ഒരു റേഞ്ചിലായിരിക്കണം pH എന്ന് പറയുന്നത്. ആൽക്കലൈനിറ്റി മിൽക്കിന്റെ ഒക്കെ കേസിൽ ലെസ് ദാൻ 25 mg per kg ആയിരിക്കണം. ഇനി ഞാൻ ബ്രാക്കറ്റിൽ ABC കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ. A റെപ്രസെന്റ് ചെയ്യുന്നത് for bivalves only, B for scampered fishes only, C for thermal processed food only, then D for farmed animals, poultry, fish and shellfish only, then E എന്ന് പറയുന്നത് for cereals, dry oil seeds, nut അതുപോലുള്ള ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. അത് അഫ്ലാടോക്സിന്റെ കാര്യമാണ് പറഞ്ഞത് ഇയിൽ. അപ്പൊ നമ്മൾ ഈ അതിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ഒരു സ്റ്റാർ ഉള്ളെങ്കിൽ അത് ടോട്ടൽ ഓർഗാനോ ക്ലോറിൻ പെസ്റ്റിസൈഡ്സിനെയും, ഡബിൾ സ്റ്റാർ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ആന്റിബയോട്ടിക്സ് ലൈക്ക് ക്ലോറാംഫെനിക്കോൾ, നൈട്രോഫ്യൂറാൻ, സൾഫാ ഡ്രഗ്സ് എക്സെട്ര അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളൈറ്റ്സ് ഇതിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇതെന്ന് പറയുന്നത് ആ ഓരോ പ്രോഡക്റ്റിന്റെയും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ABC എന്ന്. അത് എന്തൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു കാര്യത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഹസാർഡ്സ് ഇൻ ഫുഡാണ്, ജനറൽ ഹസാർഡ്സ് ഇൻ ഫുഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ഫിസിക്കലുണ്ട്, കെമിക്കലുണ്ട്, ബയോളജിക്കലുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫിസിക്കൽ ഹസാർഡിനെ കുറിച്ചും കെമിക്കൽ ഹസാർഡിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബയോളജിക്കൽ ഹസാർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് കാണാം. താങ്ക് യു.